ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? നമുക്ക് സെയിലിനായിട്ടുള്ള കുറച്ച് ബഡ് റോസുകളും അതിൻ്റെ സൈസും കൂടി കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ ഈ ആർട്ട് ആൻഡ് എഫേർട്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ വഴി ചെടികൾ വാങ്ങിച്ചിട്ടുള്ള റോസായാലും അഡീനിയമായാലും വാങ്ങിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ നമ്മൾ എന്താണ്, ഏതൊക്കെ ചെടികളാണ് വിടുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചെടികൾ തന്നെയാണോ വിടുന്നത്, എന്തെങ്കിലും വ്യത്യാസപ്പെടുന്നുണ്ടോ, ചെറിയ ചെടികളാണോ അയക്കുന്നത്, വലിയ വില വാങ്ങിക്കുന്നത് ചെറിയ ചെടികളാണോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ടാകാം. ഒന്നും രണ്ടും ഒക്കെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ പൂവുള്ളത് മാത്രം എന്നോട് ചോദിക്കാറുണ്ട്, കാരണം അവർക്കൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ വലുത് കാണിച്ച് ചെറുതയക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും അയച്ചു കൊടുക്കുക, അങ്ങനത്തുള്ള രീതികളൊന്നും തന്നെ നമ്മുടെ ചാനലില്ല എന്നുള്ളത് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് നമ്മുടെ കൂടെ നിന്ന് പ്ലാൻസ് വാങ്ങിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. പക്ഷേ എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലാൻസ് വാങ്ങിക്കുന്ന പലരും തന്നെ, അതായത് ഒരു 90% ആൾക്കാരും കമൻ്റ് ഇടുന്നവരോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ വന്നിട്ട്, നമുക്കൊരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിൽ വന്നിട്ട് സംസാരിക്കുന്നവരോ അല്ല. ഒരു 10% മാത്രമാണ് നമ്മുടെ ചാനലിൽ കമൻ്റ് ഇടാറുള്ളൂ. ഇടുന്ന കമൻറ്റുകൾ പലരും അനുഭവത്തിൽ നിന്നുമൊക്കെ നല്ല കമൻസൊക്കെ ഇടാറുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഭൂരിഭാഗം പേരും കമൻ്റ് ഇടാത്തവരും വളരെ സാറ്റിസ്ഫൈഡായിട്ട് നമ്മുടെ കൂടെ ഉള്ളവരുമാണ്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്ന റിവ്യൂസൊക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇടാറുള്ളത്. പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ പ്ലാൻ സൈസൊക്കെ കാണിക്കുന്നത്. അതായത് ഇത് നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു കാശ്മീരി റോസിൻ്റെ ഒരു മദർ പ്ലാന്റാണ്. ഒരെണ്ണം അല്ല, ഇനിയൊരു 2 എണ്ണം കൂടി നമുക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു സൈസാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും വീഡിയോസ് അതിന് വേണ്ടിയിട്ട് ഇട്ടത്. ഇത് രണ്ടാമതായിട്ട് നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്കിതിൻ്റെ ഐഡിയ അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അതിൻ്റെ കളർ മാത്രം അറിയാം. അത് ബഞ്ചായിട്ടുണ്ടാകുന്ന ഒരു പിങ്ക് റോസാണ്. അതിൻ്റെ പെറ്റലിൻ്റെ അടിയിൽ വൈറ്റ് ഷെയ്ഡാണുള്ളത്. നമ്മുടെ റൂബി ഓറഞ്ചും റൂബി റെഡും ഒക്കെ പോലെ എനിക്ക് തോന്നുന്നത് ഇതൊരു റൂബി പിങ്ക് ആണ് എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഇലകളൊക്കെ തന്നെയും റൂബി റെഡിൻ്റെ പോലെയാണ് ഉള്ളത്. അപ്പോൾ അതൊരു പുതിയ വെറൈറ്റിയാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു. കാരണം ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇതിൻ്റെ ശരിക്കുള്ള ഫ്ലവർ പിക്ക് ആ ഫസ്റ്റ് വീഡിയോയിൽ തന്നെയാണ് ഉള്ളത്. ഇത് ഫെയ്ഡായി തുടങ്ങിയതാണ്. നല്ല ഡാർക്ക് ഇലകളോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. സെമി പ്ലാന്റാണ്. നമ്മൾ 120, 150, 180 സെയിൽ ചെയ്യുന്ന ചെടികൾ അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ളതും ഈ 5 ലിറ്ററോ 6 ഇഞ്ച് പോട്ടോ 5 ലിറ്റർ കവറോ ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് നിങ്ങൾക്ക് അയക്കാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു ഫ്ലോറിബണ്ട റെഡ് റിച്ച് റോസാണ്. അപ്പോൾ ഇത് പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്കുള്ളത്. ഇതും എല്ലാം തന്നെയും നമ്മൾ റേറ്റ് ഉൾപ്പെടെ നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെയും നമ്മുടെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തേക്കാം. ഇപ്പോൾ കാണുന്നത് ബിഗ് യെല്ലോ അല്ല, ഇത് മാംഗോ യെല്ലോ ആണ്. മാംഗോ യെല്ലോയുടെ പ്ലാൻ സൈസാണ് നിങ്ങൾ കാണുന്നത്. ഇതുപോലെ ഒരു 4 ബ്രാഞ്ചെങ്കിലും, മിനിമം ഒരു 3-4 ബ്രാഞ്ചെങ്കിലുമുള്ള പ്ലാന്റ്സാണ് നമ്മൾ കൂടുതലും അയക്കാറുള്ളത് ഈ ഒരു 100 തൊട്ടുള്ള റേറ്റിൽ. അപ്പോൾ ഇതൊക്കെ ആണ് നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ്. ഇതൊരു റെഡ് പിനാക്കിയാണ്, അല്ല ഇതും ഒരു റെഡ് റോസ് തന്നെയാണ്. റെഡ് റോസിൻ്റെ മറ്റൊരു പ്ലാന്റാണിത്. അതൊരു താജ്മഹൽ റോസാണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ബട്ടൺ റോസാണ്. ഇതൊരു പിങ്ക് വൈറ്റ് കളറിന് വരുന്നിട്ടുള്ള ഒരു ബട്ടൺ റോസാണുള്ളത്. ഇതിൻ്റെയും നല്ല ബുഷായിട്ടുള്ളൊരു പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയാണ് നേരിൽ കാണാൻ. പല പൂക്കളും അങ്ങനെ തന്നെയാണ്. ഈ വീഡിയോയിൽ കാണുന്നതിലും വളരെ ഭംഗിയാണ് നേരിൽ കാണുന്നത്. ഇത് ബിഗ് വൈറ്റ് ആണോ മാംഗോ യെല്ലോ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഏതായിരുന്നാലും ഇതൊരു യെല്ലോ റോസാണ്. ഇത് ബിഗ് വൈറ്റ് ആണ് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ പെറ്റലിൻ്റെ അടിഭാഗത്തൊരു വൈറ്റ് കളർ വരുന്നത് കൊണ്ട് ഇതൊരു മാംഗോ യെല്ലോ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എനിവേ ഇത് നല്ല ഒരു ബുഷായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ബിഗ് വൈറ്റും മാംഗോ യെല്ലോയും നമ്മുടെ കയ്യിലുണ്ട്.
ഈ ബിഗ് വൈറ്റ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ. ഇത് ബിഗ് വൈറ്റ് ആണ്, ഷുവറാണ്. ഇത് നമ്മുടെ പീസ് ആൻഡ് ലവിന് പകരമായിട്ട് വന്നിട്ടുള്ള പകരമായിട്ടെന്ന് ഞാൻ പറഞ്ഞത് പീസ് ആൻഡ് ലവ് പോലെ തന്നെ കളർ കോമ്പിനേഷനും എന്നാൽ പീസ് ആൻഡ് ലവിനേക്കാളും ഭംഗിയുമുള്ള, അത് ഫെയ്ഡ് ആകുമ്പോഴാണ് ഇങ്ങനെ ആകുന്നത്. ഇത് ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, ഇത് എന്താണ് പുതിയ വെറൈറ്റി ആണോ? അതേ, പുതിയ വെറൈറ്റി തന്നെയാണ്. പീസ് ആൻഡ് ലവിൻ്റെ ഇലകളോട് കൂടി പീസ് ആൻഡ് ലവിൻ്റെ കളർ കോമ്പിനേഷനോട് കൂടി വന്നിട്ടുള്ള നമ്മുടെ പേർസിക്ക വെറൈറ്റിയൊക്കെ പോലെ കുറച്ച് പൂമ്പൊടിയൊക്കെ കാണിച്ചുകൊണ്ട് ചിരിച്ച് സുന്ദരിയായിട്ട് നിൽക്കുന്ന, ബഞ്ചായിട്ടുണ്ടാകുന്ന ഒരു സുന്ദരി തന്നെയാണ് ഇത്. ഇതിൻ്റെ ഫെയ്ഡാവുമ്പോൾ മറ്റൊരു കളറാണ്, ഒരു കളർ ചേഞ്ചിങ് വെറൈറ്റി കൂടിയാണിത്. ഫെയ്ഡാവുമ്പോൾ അതിനേക്കാളും ഒരു തീജ്വാല പോലെ സൗന്ദര്യമുണ്ട് ഈ ചെടിക്ക്. അപ്പോൾ ഇതിൻ്റെയും ബുഷായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസിനെ കുറിച്ച് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പല ഷോർട്ട് വീഡിയോസിലുമൊക്കെ ഇട്ടിട്ട് കുറേ അധികം സെയിലായി പോയിട്ടുള്ള പ്ലാന്റ്സാണ്. ഇനിയിപ്പോൾ ഏകദേശം 3-4ഒക്കെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ സൈസ്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഒരു റെഡ് പിനാക്കിയോ റോസാണ്. നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള റെഡ് പിനാക്കിയോ റോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇത് രണ്ടാമത്തെ റെഡ് പിനാക്കിയോ റോസാണ്. 2 എണ്ണം മാത്രമാണ് നമുക്കിനി സ്റ്റോക്ക് ഉള്ളത്. ഒരു 10 എണ്ണത്തിനടുത്ത് നമുക്ക് റെഡ് പിനാക്കിയോ വന്നിരുന്നു, പക്ഷേ എല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയി. ഇനി 2 എണ്ണം മാത്രമാണുള്ളത്. 180യുടെയും 200ൻ്റെയും ഒക്കെ പ്ലാൻസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇനി ഇതാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ റെഡ് പിനാക്കിയോ എന്ന് പറഞ്ഞാൽ എന്നും പൂക്കൾ തരുന്ന, കുറച്ച് കെയർ കുറഞ്ഞാലും നമുക്ക് പൂക്കൾ തരുന്ന ഒരു റോസ് ചെടിയാണ് റെഡ് പിനാക്കിയോ. ഇത് നമ്മുടെ പീച്ച് റോസിൻ്റെ ഒരു പ്ലാന്റാണ്. പീച്ച് റോസ് എന്നാൽ നമ്മുടെ ഈ വീഡിയോയുടെ ഫസ്റ്റിലെ ഞാൻ എൻ്റെ ഒരു പ്ലാന്റ് കാണിച്ചിരുന്നു. ഞാൻ ഒന്നും കൂടി അത് കാണിക്കാം. ഇതാണ് എൻ്റെ പ്ലാന്റാണിത്. എനിക്ക് 2 വർഷമായിട്ട് ഞാൻ വളർത്തിക്കൊണ്ട് വരുന്ന പീച്ചിൻ്റെ ഒരു ബഡ് റോസാണിത്. നമ്മൾ നാടൻ ബഡ് എന്നൊക്കെ പറയാറുണ്ട്. നാടൻ ബഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ബഡ് ചെയ്തതിനെയാണ്, നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ബഡ് ചെയ്ത് വളർത്തിയെടുക്കുന്നതിനെയാണ് നാടൻ ബഡ് എന്ന് നോർമലി പറയാറുള്ളത്. പക്ഷേ ഈ ബഡ് റോസ് എല്ലാം വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണെന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ നാടൻ ബഡ് എന്നുള്ളത് കൊണ്ട് വലിയൊരു കാര്യമൊന്നും ഇല്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇതിനെയൊക്കെ നാടൻ ബഡ് എന്ന് പറയാം. കാരണം നാടൻ പീച്ച് റോസ് എങ്ങനെയാണോ കുലകുത്തി പൂക്കുന്നത് അല്ലെങ്കിൽ പടർന്ന് വളരുന്നത്, അതേപോലെയാണ് എൻ്റെ ഈ ബഡ് റോസും പടർന്ന് വളരുന്നത്. അത് ഏത് സമയത്തും, ചിലപ്പോൾ ഇല കൊഴിഞ്ഞിട്ടാവും ഉണ്ടാവുക, പക്ഷേ അതിൻ്റെ പൂക്കൾ പെട്ടെന്ന് തന്നെ ഇലകൾ വരികയും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു നാടൻ വെറൈറ്റി തന്നെയാണത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ റൂബി റെഡ് റോസുകളാണ്. റൂബി റെഡ് റോസിൻ്റെ നല്ല പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത്. അപ്പോൾ റൂബി റെഡ് റോസിൻ്റെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. സൈസ് കാണിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ വെറൈറ്റി റോസ് പ്ലാന്റ് ആണ്. ഇത് നമുക്കിതിന് മുന്നേ സെയിലിന് വന്നിട്ടുണ്ട്. 1-2 മാത്രമാണ് വന്നിട്ടുള്ളത്. അത് അന്ന് എനിക്ക് ഒരുപാട് എൻക്വയറി വരികയും വളരെ നിരാശപ്പെട്ട് പലരും പോവുകയും ചെയ്ത ഈ ഒരു വെറൈറ്റി പ്ലാന്റാണ് നമ്മളിനി കാണുന്നത്. നല്ല ബുഷ് പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ സൈസ് കാണാം. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ്. അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള ചെടികൾ തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പിങ്ക് കളറാണ്, വൈറ്റാണ്. പിന്നെ അതിനകത്ത് നടുവിൽ വീണ്ടും പിങ്ക് ഡോട്ട്സും വരയും ഒക്കെ വരുന്ന ടൈപ്പിലുള്ള, പേരറിയില്ല, ഐഡിയ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഫെയ്ഡ് ആവും തോറും പിങ്ക് ഷെയ്ഡ് കൂടി വന്നിട്ട് അത് ഫുൾ പിങ്ക് ആവുകയും കൊഴിയുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ബുഷായിട്ടുള്ള ഈ സൈസിലുള്ള പ്ലാന്റ്സാണ് നമുക്ക് അതിൻ്റേതായിട്ട് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇതും ഒരു നാടൻ വെറൈറ്റി പോലെ പടർന്നു വളരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചില ചെടികൾ അങ്ങനെയാണ്, നമുക്ക് നാടൻ പോലെ തന്നെ തോന്നും. അങ്ങനെ വളരുന്ന ചെടികളിൽ പെട്ടതാണ് എന്ന് തോന്നുന്നു ഈ ഒരു ടൈപ്പ് റോസയും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ ബേബി പാരഡൈസ് റോസിൻ്റെ സൈസാണ്. ഇതും നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഇതിനകത്ത് അത്യാവശ്യം ബ്രാഞ്ചസൊക്കെയുള്ള നല്ല കളർ ഷെയ്ഡിലുള്ള ഒരു പ്ലാന്റാണ്. ഡബിൾ ഷെയ്ഡ് റോസാണ്. ഒരു ഡബിൾ ഡിലൈറ്റ് എന്നൊക്കെ പലരും തെറ്റിദ്ധരിച്ച് വാങ്ങിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഡബിൾ ഡിലൈറ്റ് അല്ല, ഇത് ബേബി പാരഡൈസ് ആണ്. ബേബി പാരഡൈസിൻ്റെ പ്ലാന്റ് സൈസാണ് നിങ്ങൾ കാണുന്നത്. ബേബി പാരഡൈസ് ഏതാണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഫ്ലവർ പിക്ക് കാണിച്ചു തരാം. ഇതെല്ലാം ബേബി പാരഡൈസ് ആണ്. ശരിക്കും ഇതുപോലെ ഡബിൾ ഷെയ്ഡിലായിരിക്കും അത് വിരിയാറാകുമ്പോഴത്തേക്കും ഇങ്ങനെ മിക്സപ്പായി വൈറ്റും പിങ്കുമായിട്ട് മിക്സ് ആയിട്ടാണ് അത് വിരിയാറുണ്ടാവുക. ഇത് ഒരു നാടൻ വെറൈറ്റി പോലെ വളരുന്ന ഒരു പ്ലാന്റാണ്. ഇതുപോലെയുള്ള പ്ലാന്റ്സാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി ഇതുവരെയും സെയിൽ ചെയ്തിട്ടുള്ളത്. ഇതിലും ചെറുതാണെങ്കിൽ നമ്മൾ ചെറിയ വിലയും ചെറുതാണെന്ന് പറയുകയും തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഈ പ്ലാന്റ് സൈസൊക്കെ കണ്ട് ബോധ്യമായി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ബഡ് റോസുകൾ മാത്രമല്ല, നമുക്ക് നാടൻ ഓർക്കിഡ് റോസ്, നാടൻ പനിനീർ റോസ്, നാടൻ 7 ഡേയ്സ് റോസ്, നാടൻ ബ്രിട്ടീഷ് ക്വീൻ റോസ് എന്നിങ്ങനെ നാടൻ വെറൈറ്റിയിൽപ്പെട്ട നാടൻ മുള്ളില്ലാത്ത ബഡ് റോസ്, അതേപോലെ തഞ്ചാവൂർ റെഡ് റോസ്, അതുപോലെ ബട്ടൺ റോസുകളായ നാടൻ സമ്മർ സ്നോ, നാടൻ ക്രിക്രി യെല്ലോ, അതുപോലെ നാടൻ പിങ്ക് ബട്ടൺ, നാടൻ റെഡ് ബട്ടൺ എന്നിങ്ങനെ എല്ലാ ചെടികളും, കാശ്മീർ റോസിൻ്റെ മദർ പ്ലാന്റും ചെറിയ പ്ലാന്റ്സും ഒക്കെ അവൈലബിൾ ആണ്. ബട്ടൺ റോസുകൾക്കെല്ലാം നമ്മളിപ്പോൾ 30 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. അത് കണ്ടീഷൻ സപ്ലൈ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഓരോന്നോരോന്ന് എടുക്കുന്നവർക്കല്ല, കോംബോ ആയിട്ട് എടുക്കുന്നവർക്കാണ്. അപ്പോൾ കുറച്ച് ചെടികളാണ് എല്ലാത്തിൻ്റെയും ബാലൻസ് ഉള്ളത്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ പ്ലാന്റ്സ് വേണ്ടുന്നവർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത്. നമ്മുടെ വാട്സപ്പിലൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുള്ളവർ, അതായത് പ്ലാന്റ്സ് റിലേറ്റഡ് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും സ്വന്തം പൂക്കളൊക്കെ ഇടുകയും അതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസാരിച്ച്, അതായത് പ്ലാന്റ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം. നിങ്ങൾ കയറി നോക്കൂ. ഇതിൽ നിന്ന് നമുക്കൊരുപാട് ഇൻഫർമേറ്റീവ് തിങ്സ് ഒരുപാട് നമുക്കതിൽ നിന്നും ലഭിക്കും. നമുക്കറിയാത്തത് ഒരാൾക്കറിയാത്തത് മറ്റൊരാൾക്ക് അറിയുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും പ്ലാന്റ്സിനെ സംബന്ധിച്ചുള്ള. അതുപോലെ കുറച്ച് സെല്ലേഴ്സിനെ കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ജെന്യുവനായിട്ടുള്ള 2-3 സെല്ലേഴ്സിനെയാണ് അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം വളരെ കുറച്ച് ചെടികൾ കൂടി നിങ്ങൾക്കതിൽ നിന്നും കിട്ടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.